Riyadh Islahi Center's Coordination Committee. Assalamu alaikum wa rahmatullahi wa barakatuh. Innal hamdalillah nahmaduhu wa nasta'inuhu wa nu'minu bihi wa natawakkalu alayhi wa na'udzu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس أوصيكم وإياي أولا بتقوى الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാ ആളുകൾക്കും അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ അപാരമായ തൗഫീക്കിനാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള 13ാമത്തെ ക്ലാസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. റഹ്മാനായ റബ്ബ് ഈ ഒരു ഇരുത്തം സ്വാലിഹായ സൽക്കർമ്മമായി നമ്മളൊന്ന് സ്വീകരിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹ്യിന്റെ ആരംഭം ഏത് രൂപത്തിലായിരുന്നു തുടങ്ങിയ വിഷയമാണ് നമ്മൾ വിശദീകരിച്ചത്. അഥവാ നബിയുടെ 40ാമത്തെ വയസ്സിൽ മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിയുന്ന സമയത്ത് മക്കയിലെ ഖുറൈശികളായ ആളുകൾ അവരുടെ പ്രവർത്തനങ്ങളിൽ റസൂലുള്ളാഹിന്റെ മനസ്സ് മടുത്ത് വിഗ്രഹാരാധനയിലും മറ്റുള്ള എല്ലാ തോന്നിവാസങ്ങളും പ്രവാചകൻ കണ്ട് ആ വിഷയത്തിൽ റസൂലുള്ളാഹിന്റെ മനസ്സ് മടുത്ത് ഏകാന്തത ഇഷ്ടപ്പെട്ടുകൊണ്ട് ജബൽ നൂർ എന്ന് പറയുന്ന മലയുടെ മുകളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒറ്റയ്ക്ക് പോയിരിക്കാറുണ്ട്. ചില പണ്ഡിതന്മാരൊക്കെ സൂചിപ്പിച്ചതുപോലെ ഏകദേശം ഒരു 6 മാസത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജബൽ നൂർ എന്ന് പറയുന്ന മലയുടെ മുകളിലുള്ള ഹിറാ ഗുഹയിൽ പ്രവാചകൻ പോയിരുന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം 6 മാസം തുടർച്ചയായിട്ട് പ്രവാചകൻ ഇരുന്നു എന്നല്ല. പ്രവാചകന് ചില സമയത്ത് അവിടെ പോകും, പിന്നീട് തിരിച്ചു വരും, വീണ്ടും പോകും, തിരിച്ചു വരും. ഇതൊരു 6 മാസത്തോളം എന്ത് ചെയ്തിട്ടുണ്ട്, അത് തുടർന്ന് പോയിട്ടുണ്ട്. എന്നാൽ റമദാൻ മാസത്തിൽ ഒരു തിങ്കളാഴ്ച ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിച്ചു എന്നുള്ളത് കാണാൻ കഴിയും. റമദാനിലെ
ഏത് ദിവസമാണ് എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഇഖ്തിലാഫുണ്ട്. 17 18 21 24 എന്നൊക്കെ കാണാൻ കഴിയും. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖുർആൻ ഇറങ്ങുന്നത് റമളാനിന്റെ 24-ാമത്തെ രാവിലായിരുന്നു എന്നുള്ളത് കാണാൻ കഴിയും. എന്തായാലും അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 40-ാമത്തെ വയസ്സിൽ റമളാൻ മാസത്തിൽ ഒരു തിങ്കളാഴ്ച ദിവസമാണ് നബിക്ക് നുബുവത്ത് ലഭിക്കുന്നത്. ആ നുബുവത്ത് ലഭിക്കുമ്പോൾ പ്രവാചകനായ ഹിറാ ഗുഹയിൽ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹിക്ക് ഉണ്ടായ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ പ്രവാചകന്റെ മാനസിക പ്രയാസം കൂടി നമ്മൾ അതിനോട് ചേർത്തി മനസ്സിലാക്കണം. കാരണം ഇന്നും മക്ക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ്, മക്ക എന്ന് പറഞ്ഞാൽ ഒരുപാട് വെളിച്ചവും ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നാടായിട്ട് മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ വലിയ രൂപത്തിലുള്ള ശബ്ദങ്ങളൊക്കെ ഉള്ള ഒരു നാടായിട്ട് മക്ക മാറിയിട്ടുണ്ട്. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബൂവത്ത് ലഭിക്കുന്ന സമയത്ത് മക്കയിൽ ജബലു നൂർ എന്ന് പറയുന്ന മലയുടെ മുകളിലുള്ള ഹിറാ ഗുഹന്റെ അവസ്ഥ എന്താണ്? ഒരു ലൈറ്റും ഇല്ല, ഒരു വെളിച്ചവും ഇല്ല, ഒരു ശബ്ദവും ഇല്ല. പിൻ ഡ്രോപ്പ് സൈലന്റ് എന്ന് പറയുന്ന രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒറ്റയ്ക്കിരിക്കുകയാണ്. ഇനി ഒന്നുമില്ല, ഒരു മലന്റെ മുകളിലേക്ക് ഒരാൾ കയറി വരുന്നുണ്ടെങ്കിൽ ആ മലന്റെ മുകളിലുള്ള ആൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ആ ശബ്ദം അറിയാം. കാരണം ഓരോ മനുഷ്യൻ കയറി വരുമ്പോൾ അയാളുടെ കാലടിയുടെ ശബ്ദം അത് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ തന്നെ ഇവർ കയറി വരുന്ന സമയത്ത് ചിലപ്പോൾ കല്ലുകളും മണ്ണും താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്. ഇതിന്റെ ശബ്ദം എന്ത് ചെയ്യാൻ കഴിയും? മുകളിലുള്ള ആൾക്ക് കേൾക്കാൻ കഴിയും. എന്നാൽ ഇതൊന്നും എന്ത് ചെയ്തിട്ടില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടിട്ടില്ല. കൂരിട്ടുള്ള ആ ഒരു സമയത്ത് പെട്ടെന്ന് ഒരാള് ഹിറാ ഗുഹന്റെ മുമ്പിൽ എന്ത് ചെയ്യാണ്? പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായ ഒരു മാനസികാവസ്ഥ നമ്മൾ അതിനോട് ചേർത്തി മനസ്സിലാക്കണം. അതുകൊണ്ടാണ് പിന്നീട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, ഇഖ്റ, നബിയെ വായിക്കണം. റസൂലുള്ളാഹിന്റെ മറുപടി, മാ അന ബിഖാരി, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, വായിക്കാൻ അറിയില്ല, എനിക്ക് എഴുത്തും വായനയെ അറിയില്ല. വീണ്ടും പറഞ്ഞു, ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ 3 പ്രാവശ്യം ജിബ്രീൽ എന്ത് ചെയ്യുന്നുണ്ട്? ചേർത്ത് പിടിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം മുഴുവനും ജിബ്രീൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്ന് ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ഇതിന്റെ പിന്നിലുള്ള യുക്തി എന്താണ്? അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അഥവാ നുബൂവത്ത് ലഭിക്കുന്നതിന്റെ ഇരിക്കാൻ സ്ഥലല്ലേ? ഒന്ന് സ്ത്രീകൾക്ക് ഒന്ന് സ്ഥലം ഉണ്ടാക്കി കൊടുക്കണേ. ഓക്കെ, ഞാൻ പറഞ്ഞു വന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ ആദ്യം പറയുന്ന വാക്ക് എന്താണ്? ഇഖ്റ, നബിയെ വായിക്കാനാണ്. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, മാ അന ബിഖാരി, എനിക്ക് വായിക്കാൻ അറിയില്ല. ഈ വാക്ക് പറഞ്ഞ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ 3 പ്രാവശ്യം ചെയ്യുന്നുണ്ട്, ഒന്ന് ചേർത്ത് പിടിക്കുന്നുണ്ട്, അണച്ചു കൂട്ടുന്നുണ്ട്. ഇതിന്റെ പിന്നിലുള്ള യുക്തി എന്താണ്? പണ്ഡിതന്മാരായ ആളുകൾ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബൂവത്ത് ലഭിക്കുന്നതിന്റെ 6 മാസം മുമ്പ്, ഈ 6 മാസത്തോളം പ്രവാചകൻ ചില സ്വപ്നങ്ങൾ കാണും. രാത്രി ആ സ്വപ്നം കണ്ടാൽ രാവിലെ എണീക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? അത് അതേപോലെ സംഭവിക്കും. അതങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംഭവിച്ചിട്ടുണ്ട്. അപ്പോ ജിബ്രീൽ വന്ന് പ്രവാചകനെ റസൂലാക്കി, നബിയാക്കി, അതേപോലെ തന്നെ ഖുർആൻ ഓതിക്കൊടുത്തു എന്നുള്ളത് ഇത് സ്വപ്നമല്ല റസൂലെ. അതിനു വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം ഒന്ന് ചേർത്ത് പിടിച്ച് 3 പ്രാവശ്യം ജിബ്രീൽ എന്ത് ചെയ്യുന്നുണ്ട്? അണച്ചു കൂട്ടുന്നത്. അതിന്റെ പിന്നിലുള്ള യുക്തി ഈ രൂപത്തിലായിരുന്നു എന്നുള്ളതും കൂടി നമ്മൾ ഇതിനോട് ചേർത്തി മനസ്സിലാക്കേണ്ടതാണ്. എന്തായാലും അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അണച്ചുകൂട്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സൂറത്തുൽ അലക്കിലെ ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓതിക്കൊടുത്തു. അങ്ങനെ ഓതിക്കൊടുത്ത് പ്രവാചകൻ പേടിച്ചെന്ത് ചെയ്യാണ്? താഴേക്ക് ഇറങ്ങി വരികയാണ്. പ്രവാചകൻ പേടിച്ച് താഴേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് ആദ്യം പോകുന്നത് ആരുടെ അരികിലേക്കാണ്? മഹദിയായ ഖദീജ ബീവിയുടെ അരികിലേക്കാണ്. പണ്ഡിതന്മാർ ഈ സംഭവം കൂടി വിശദീകരിക്കുന്നുണ്ട്. മക്കയിൽ റസൂലുള്ളാഹിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു ആ നാട്ടിലുണ്ട്. പക്ഷെ അബൂബക്കറിന്റെ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ആര് പോയില്ല? റസൂലുള്ള പോയില്ല.
റസൂലുള്ളാഹിന്റെ 8ാമത്തെ വയസ്സ് മുതൽ 50ാമത്തെ വയസ്സ് വരെ സംരക്ഷണം നൽകിയ അബൂ താലിബ് ഉണ്ട്. അബ്ദുൽ മുത്തലിബ് വല്യപ്പായ അബ്ദുൽ മുത്തലിബ് മരിക്കണ സമയത്ത് റസൂലുള്ളാഹിന്റെ കാര്യങ്ങൾ ഏൽപ്പിച്ച അബൂ താലിബിന്റെ വീട്ടിലേക്കും ആര് പോയില്ല? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയില്ല. റസൂലുള്ള പോയത് പ്രവാചകന്റെ ഭാര്യയായ മഹദിയായ ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹയുടെ വീട്ടിലേക്കാണ്. പ്രവാചകൻ നേരെ ചെന്ന് മഹദിയായ ഖദീജ ബീവിനോട് പറയാണ്, സമ്മിലൂനി സമ്മിലൂനി, ഖദീജ എന്നെ പുതപ്പിട്ട് മൂടണം, എന്നെ പുതപ്പിട്ട് മൂടണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം കണ്ടപ്പോൾ തന്നെ, പ്രവാചകന്റെ പെരുമാറ്റം കണ്ടപ്പോൾ തന്നെ ഖദീജ ബീവിക്ക് കാര്യം മനസ്സിലായി. അവര് റസൂലുള്ളാഹിനെ ചേർത്ത് പിടിച്ചു. فزملوه حتى ذهب عنه الروح فقال لخديجة وأخبرها الخبر لقد خشيت على نفسي. ഈ ഒരു സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായ വിഷയങ്ങളൊക്കെ ആരോട് പറയാണ്? മഹദിയായ ഖദീജ ബീവിനോട് പറഞ്ഞു. റസൂലുള്ള പേടിക്കാനുള്ള കാരണം, റസൂലുള്ള ഭയപ്പെടാനുള്ള കാരണം, ആ ജബലുൻ നൂർ എന്ന് പറയുന്ന മലയുടെ മുകളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നു. ആ ജിബ്രീലിനെ കണ്ട് പ്രവാചകൻ ഭയപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യണത്? താഴേക്ക് വരുന്നത്. ഇങ്ങനെ ഈ ഒരു സംഭവം മഹദിയായ ഖദീജ ബീബിനോട് പറഞ്ഞപ്പോ ഖദീജ ബീബി ആദ്യം പറഞ്ഞ വാക്കെന്താണ്? കല്ലാ വല്ലാഹി മാ യുഖ്സികല്ലാഹു അബദാ. ഇവിടെ ഞാൻ കല്ല എന്നുള്ള വാക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ചുവന്ന കളറിൽ കൊടുത്തിട്ടുണ്ട്. കല്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു ഒരിക്കലും താങ്കളെ കൈവിടൂല എന്നുള്ളതാണ്. നിങ്ങൾ വിശുദ്ധ ഖുർആനിൽ കല്ല എന്നുള്ള പദത്തെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? ഇസ്ലാമിക ചരിത്രത്തിൽ ഉമ്മവി ഭരണകൂടത്തിലെ ഭരണാധികാരിയായ യസീദ് ബിൻ മുആവിയ എന്ന് പറയുന്ന ഭരണാധികാരിയുടെ ഗവർണറായിരുന്നു ഹജ്ജാജ് ബിൻ യൂസുഫ്. ഹജ്ജാജ് ബിൻ യൂസുഫ് എന്ന് പറഞ്ഞാൽ സ്വഹാബിമാരെ ക്രൂരമായി മർദ്ദിച്ച ആളാണ്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകളെ വധിച്ച വ്യക്തിയാണ് ആരെ? ഈ ഹജ്ജാജ് ബിൻ യൂസുഫ്. വളരെ മോശപ്പെട്ട സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ ഉള്ള ആളാണെങ്കിലും ഖുർആനിന്റെ വിഷയത്തിൽ അപാര പാണ്ഡിത്യമുള്ള വ്യക്തിയായിരുന്നു ഹജ്ജാജ് ബിൻ യൂസുഫ്. ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ കൊലപാതകം നടത്തി, അയാൾക്കെതിരെ വധശിക്ഷ ഹജ്ജാജ് ബിൻ യൂസുഫ് വിധിച്ചു. അപ്പൊ ഈ വധശിക്ഷ വിധിക്കപ്പെട്ട വ്യക്തിയുടെ ഉമ്മ വന്നിട്ട് ഹജ്ജാജ് ബിൻ യൂസുഫിനോട് പറയാണ്, ഹജ്ജാജ്, താങ്കൾ എൻ്റെ മകന്റെ മേലിൽ വിധിച്ച വധശിക്ഷ ഒഴിവാക്കണം. കാരണം എൻ്റെ മകൻ നിരപരാധിയാണ്, എൻ്റെ മോൻ അത് ചെയ്തിട്ടില്ല. പക്ഷെ ഇതൊന്നും ആരും കേൾക്കണില്ല. ഹജ്ജാജ് ബിൻ യൂസുഫ് കേൾക്കണില്ല. ഹജ്ജാജ് ബിൻ യൂസുഫ് ആ ഉമ്മാന്റെ അരികിൽ നേരെ വന്ന് അദ്ദേഹത്തിന്റെ കുതിരന്റെ പുറത്തേക്ക് കയറുകയാണ്. കുതിരന്റെ പുറത്ത് ഒരു കാല് വെച്ച് രണ്ടാമത്തെ കാല് ഇങ്ങനെ വെക്കുന്ന സമയത്താണ് ആ ഉമ്മ പറഞ്ഞത്, കല്ല എന്നുള്ള പദം വിശുദ്ധ ഖുർആനിൽ ആദ്യ പകുതിയിൽ പറയാത്ത റബ്ബ് തന്നെയാണ് സത്യം, എൻ്റെ മോൻ എന്ത് ചെയ്തിട്ടില്ല, ഈ ഒരു കൊലപാതകം നടത്തിയിട്ടില്ല. കല്ല എന്നുള്ള പദം വിശുദ്ധ ഖുർആനിന്റെ ആദ്യ പകുതിയിൽ, വിശുദ്ധ ഖുർആനിൽ എത്ര ജുസ് ഉണ്ട്? 30 ജുസ് ആണ്. ആ 30 ജുസിന്റെ 15 ജുസയിലും എന്ത് കാണാൻ കഴിയില്ല? ആദ്യത്തെ 15 ജുസയിൽ എവിടെയും കല്ല എന്നുള്ള പദം കാണാൻ കഴിയില്ല. അപ്പൊ കല്ല എന്നുള്ള പദം വിശുദ്ധ ഖുർആനിന്റെ ആദ്യ പകുതിയിൽ പറയാത്ത റബ്ബ് തന്നെയാണ് സത്യം, എൻ്റെ മകൻ എന്ത് ചെയ്തിട്ടില്ല, ഈ ഒരു കൊലപാതകം നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഹജ്ജാജ് ബിൻ യൂസുഫ് അതിന്റെ താഴെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് തന്നെ എന്ത് ചെയ്തു? ഖുർആനിന്റെ ആദ്യത്തെ 15 ജുസുവും നിന്ന് നിപ്പിൽ ഓതി എന്നുള്ളതാണ്. അങ്ങനെ ഓതിയ സമയത്ത് അതിൽ എന്ത് വന്നിട്ടില്ല? കല്ല എന്നുള്ള പദം ആദ്യം വന്നിട്ടില്ല. അങ്ങനെ ഈ വ്യക്തിയെ വെറുതെ വിട്ടു എന്നുള്ളതും കാണാൻ കഴിയും. നമ്മുടെ വിഷയം അതല്ല. എന്തായാലും മഹദിയായ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, കല്ല വല്ലാഹി മാ യുഖ്സികല്ലാഹു അബദാ. ഇല്ല, കല്ല ഒരിക്കലും ഇല്ല, അല്ലാഹു സുബ്ഹാനഹു തആല താങ്കൾ ഒരിക്കലും പ്രയാസപ്പെടുത്തുകയില്ല. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്വാളിറ്റി ആയിക്കൊണ്ട് 5 വിഷയങ്ങളാണ് മഹദിയായ ഖദീജ ബീബി പറയുന്നത്. എന്തൊക്കെയാണ് 5 പ്രവാചകന്റെ ക്വാളിറ്റി? ഇന്നക ലതസുലുർ റഹീം, പ്രവാചകരെ താങ്കൾ കുടുംബ ബന്ധം ചേർക്കുന്ന ആളാണ്. അതേപോലെ തന്നെ വതഹ്മിലുൽ കല്ലാം, നിരാലംബരായ സാധുക്കളായ ആളുകളുടെ ഭാരം ചുമക്കുന്ന ആളാണ് റസൂലേ താങ്കൾ. വതക്സിബുൽ മഅദൂമ, അഗതികളായ ആളുകളുടെ അവകാശം നേടിക്കൊടുക്കുന്ന ആളാണ് പ്രവാചകരെ താങ്കൾ. 4ാമത് പറയാണ് വതഖിരിൽ ളൈഫ, അതിഥികളെ സൽക്കരിക്കുന്ന ആളാണ്. 5ാമത് പറഞ്ഞു വതുഈനു അലാ നവാഇബിൽ ഹഖ്, കാലവിപത്ത് സംഭവിച്ച ആളുകളെ ചേർത്ത് പിടിക്കുന്ന ആളാണ് നിങ്ങൾ.
അതുകൊണ്ട് കല്ലാ വല്ലാഹി മാ യുഖ്സീക അല്ലാഹു അബദ, അല്ലാഹു ഒരിക്കലും എന്ത് ചെയ്യില്ല, നിങ്ങളെ പ്രയാസപ്പെടുത്തില്ല. ഇവിടെ നോക്കിയും ഇവിടെ പറയാണ് വല്ലാഹി, അല്ലാഹു തന്നെയാണ് സത്യം. റസൂലുള്ളാഹിക്ക് നുബുവത്ത് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അതിനു മുമ്പ് തന്നെ അവർക്ക് എന്തുണ്ട് അള്ളാഹുവിൽ വിശ്വാസമുണ്ട്. അവരോട് ചോദിക്കാണ്, കഅബാലയത്തെ ചൂണ്ടി അവർ പറയാറുണ്ട് ഹാദാ ബൈത്തുല്ലാഹ്, അത് അള്ളാഹുവിന്റെ ഭവനാണ്. റസൂലുള്ളാഹിന്റെ ഉപ്പാന്റെ പേരെന്താ? അബ്ദുള്ള. റസൂലുള്ളാഹിന്റെ ഉപ്പാനെ റസൂലുള്ളാഹ് കണ്ടിട്ടുണ്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലം? ഇല്ല. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ കഴിയുന്ന സമയത്ത് തന്നെ ഉപ്പായ അബ്ദുള്ള മരണപ്പെട്ടു. അപ്പൊ അബ്ദുള്ള എന്ന് പറഞ്ഞ അള്ളാഹിന്റെ അടിമ എന്നാണ്. അപ്പൊ അവർക്ക് എന്തുണ്ട്? അള്ളാഹുവിൽ വിശ്വാസമുണ്ട്. വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും, വലഇൻ സഅൽതഹും മൻ ഖലഖ സമാവാതി വൽ അർള, ആകാശ ഭൂമിയെ സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അവർ പറയും ലയഖൂലുന്നല്ലാഹ്, അള്ളാഹു തന്നെയാണെന്ന്. ആ നൂനിന് അറബി ഭാഷയിൽ പറയാ തൗഹീദിന്റെ നൂൻ എന്നുള്ളതാണ്. അവര് പറയുക തന്നെ ചെയ്യും. ആരെ? അള്ളാഹ് എന്നുള്ളത്. ആകാശത്ത് സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, ഭൂമിയെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, ആകാശത്ത് നിന്ന് മഴ ഇറക്കി തരുന്നത് അള്ളാഹുവാണ്, ഭൂമിയിൽ നിന്ന് സസ്യങ്ങളെ മുളപ്പിക്കുന്നതും അള്ളാഹുവാണ്. അവർക്ക് എന്തുണ്ട്? അള്ളാഹുവിൽ വിശ്വാസമുണ്ട്. പക്ഷെ ആ വിശ്വാസത്തോടൊപ്പം തന്നെ ലാത്തയെയും മുസയെയും മനാത്തയെയും തുടങ്ങിയ വിഗ്രഹങ്ങളെ അവർ വിളിച്ച് പ്രാർത്ഥിച്ചു. അവർ പറഞ്ഞ ന്യായം എന്താ? ഹൗലാഇ ശുഫഹാഉനാ ഇൻദല്ലാഹ്, അള്ളാഹിന്റെ അടുക്കൽ ഞങ്ങൾക്കുള്ള ശുപാർശകരാണ് ഇവർക്ക് സ്വയം കഴിവൊന്നുമില്ല. ഇവര് ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹിന്റെ അടുക്കൽ ശുപാർശ പറയും. മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ, ഞങ്ങൾ ഇവരെ വിളിച്ച് തേടുന്നത് എന്തിനാണ്? അള്ളാഹുവിലേക്ക് ഒരു സാമീപ്യം കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഇതേ വാക്ക് തന്നെയാണ് നമ്മുടെ നാട്ടിലെ പല ആളുകളും ഇന്ന് പറയുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തായാലും നബിക്ക് നുബൂവത്ത് ലഭിക്കുന്ന സമയത്താണ് മഹദിയായ ഖദീജ ബീബി പറയുന്നത്, പ്രവാചകരെ, അള്ളാഹു താങ്കളെ പ്രയാസപ്പെടുത്തൂല. നോക്കി, പ്രവാചകനുള്ള ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമ എന്നുള്ള സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് ആരാണ്? ഭാര്യയാണ്. നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക, നമ്മൾ ബാക്കിയുള്ള ആളുകളുടെ മുമ്പിലൊക്കെ മാന്യതയുള്ള ആളാണ്. എല്ലാവരുടെ മുമ്പിലും നമ്മളെ കുറിച്ച് നല്ല അഭിപ്രായം മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ഭാര്യയുടെ മുമ്പിൽ നമ്മൾ തികഞ്ഞ വ്യക്തിയാണോ എന്നുള്ളത് എന്ത് ചെയ്യുക? സാന്ദർഭികമായി ഈ ഒരു വിഷയം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. എല്ലാ ആളുകൾക്കും നമ്മളെ കുറിച്ച് പൂർണ്ണമായിട്ട് അറിയില്ല. നമ്മളെ കുറിച്ച് പൂർണ്ണമായി നമ്മുടെ രാവും പകലും നമ്മുടെ രഹസ്യവും പരസ്യവും കൂടുതലായി മറ്റുള്ള ആളുകളെക്കാൾ, ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളെക്കാൾ കൂടുതലായി അറിയുന്നത് നമ്മുടെ ഇണകൾക്കാണ്. ഭാര്യ ഭർത്താവിന്റെ വിഷയവും ഭർത്താവ് ഭാര്യന്റെ വിഷയവും അറിയുന്നുണ്ട്. നമ്മൾ അവരുടെ മുമ്പിൽ പൂർണ്ണ വ്യക്തിയാണോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട സമയത്ത് ഖദീജ ആയിഷ റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹിന്റെ സ്വഭാവം എന്താന്ന് ചോദിച്ചപ്പോൾ ആയിഷ ബീബി അതിന് കൊടുത്ത മറുപടി കാന ഖുലുഖുഹു ഖുർആൻ, റസൂലുള്ളാഹിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് ഖുർആനാണ്. അപ്പൊ ആ ഒരു തലത്തിലേക്ക് നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതും കൂടി നമ്മൾ ആലോചിക്കാം. എന്തായാലും ഖദീജ ബീബി ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞ് പിന്നീട് എന്ത് ചെയ്യാണ്? ഖദീജ ബീബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വറഖത്ത് ബിൻ നൗഫലിന്റെ അരികിലേക്ക് കൊണ്ടുപോവുകയാണ്. ആരാണ് വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറഞ്ഞാൽ? അതോടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മക്കയിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ എല്ലാ ആളുകളും ശിർക്ക് ചെയ്ത ആളുകളാണോ? എല്ലാ ആളുകളും മുശ്രിക്കുകളാണോ? അല്ല. ആ കൂട്ടത്തിലും യഥാർത്ഥ വിശ്വാസം പുലർത്തിയിരുന്ന ചില ആളുകൾ ഉണ്ടായിരുന്നു. അവരാണ് ഹുനഫാക്കളായ ആളുകൾ. മഹാനായ വറഖത്ത് ബിൻ നൗഫലിനെ പോലെ, ഉമയ്യത്ത് ബിൻ അബി സ്വലത്തിനെ പോലെ, സയ്യിദ് ബിൻ അംർ ബിൻ നുഫൈലിനെ പോലെയുള്ള ചില ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്? അന്നും മക്കയിലുണ്ട്. ഈ വറഖത്ത് ബിൻ നൗഫലിന്റെ ചരിത്രം നോക്കുമ്പോൾ കാണാൻ കഴിയും, അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നു. ഈ വറഖത്ത് ബിൻ നൗഫലും അതേപോലെ തന്നെ ഉമയ്യത്ത് ബിൻ അബി സ്വലത്തും സയ്യിദ് ബിൻ അംർ ബിൻ നുഫൈൽ, ഈ മൂന്ന് പേരെന്ത് ചെയ്തു? അവർ സത്യമതം അന്വേഷിച്ചുകൊണ്ട് അവര് മറ്റുള്ള നാടുകളിലേക്ക് പോയി. അങ്ങനെ മറ്റുള്ള നാടുകളിൽ നിന്ന് വറക്കയുടെ അന്വേഷണത്തിൽ വറക്കക്ക് ബോധ്യപ്പെട്ടത് ക്രിസ്തീയ മതമാണ് ശരി എന്നുള്ളത്. ഇവിടെ ക്രിസ്തീയ മതം എന്ന് പറയുമ്പോൾ ഒരിക്കലും ഇന്നത്തെ ക്രിസ്ത്യാനികളെ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാൻ പാടില്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിച്ച യഥാർത്ഥ വിശ്വാസികളായ ആളുകളില്ലേ, അതാണ് ശരിയെന്ന് ആർക്ക് ബോധ്യപ്പെട്ടു? വറഖത്ത് ബിൻ നൗഫലിന് ബോധ്യപ്പെട്ടു. ബാക്കിയുള്ള രണ്ടാളുകൾ അഥവാ ഉമയ്യത്ത് ബിൻ അബി സ്വലത്തും സയ്യിദ് ബിൻ അംർ ബിൻ നുഫൈലും അവർക്ക് അതിലും ഒരു പൂർണ്ണത ലഭിച്ചില്ല. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ കഅബാലയത്തിന്റെ ഭാഗത്തിരിക്കുകയാണ്. അഥവാ റസൂലുള്ളാഹിക്ക് നുബുവത്ത് ലഭിക്കുന്നതിന്റെ മുമ്പാണ് ഈ സംഭവം. ഞാൻ കഅബാലയത്തിന്റെ ഭാഗത്തിരിക്കുമ്പോൾ ഉമയ്യത്ത് ബിൻ അബി സ്വലത്ത് എന്ന് പറയുന്ന വ്യക്തിയും എൻ്റെ അരികിലുണ്ട്. അപ്പോഴാണ്
സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ. ഈ സെയ്ദ് ആരാന്ന് ചോദിച്ചാൽ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പ ആരാണ്? ഖത്താബാണ്. ഖത്താബിന്റെ അനിയനാണ് ആര്? സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ. അപ്പൊ ഈ സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ എന്ന് പറയുന്ന വ്യക്തി ഞങ്ങളുടെ അരികിലൂടെ ഇങ്ങനെ പോവുകയാണ്. ഞാനും ഉമയ്യയും കാബന്റെ ഭാഗത്തുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് നുഫൈൽ അവിടുന്ന് ഉറക്കെ ചോദിക്കാണ്, ഹൽ വജദ്ത മാ തത്ലുബ്, നീ അന്വേഷിച്ച മതം നിനക്ക് കണ്ടെത്താൻ കഴിഞ്ഞോ? അഥവാ നീ ഒരു സത്യമൊക്കെ അന്വേഷിക്കണില്ലേ, അത് നിനക്ക് കണ്ടെത്താൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഇല്ല, എനിക്കത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വീണ്ടും നുഫൈൽ ചോദിക്കാണ്, ആ പ്രവാചകൻ വരാൻ സമയമായോ എന്ന് ചോദിച്ചു. ആ പ്രവാചകൻ വരുന്ന നാട് ഏതാണ് എന്നും ചോദിച്ചു. അപ്പൊ ഇതൊക്കെ ആര് കേൾക്കുന്നുണ്ട്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കേൾക്കുന്നുണ്ട്. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു കാര്യം മനസ്സിലായില്ല. അദ്ദേഹം നേരെ വറക്കന്റെ അരികിലേക്ക് ചെന്നു. അങ്ങനെ വറക്കത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന വ്യക്തി പറയാണ്, ഈ ഒരു പ്രവാചകൻ ആഗമനത്തിനുള്ള സമയമായിട്ടുണ്ട്, ആ പ്രവാചകനിൽ വിശ്വസിക്കണമെന്ന രൂപത്തിലെ കാര്യം പറഞ്ഞു കൊടുത്തു, വറക്ക പറഞ്ഞു കൊടുത്തു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു ഇസ്ലാമിക പ്രബോധനവുമായി കൊണ്ട് കടന്നു വന്നപ്പോൾ പുരുഷന്മാരുടെ കൂട്ടത്തിൽ ആദ്യം ഇസ്ലാം സ്വീകരിക്കുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് എന്നുള്ളതും കൂടി ഇതിനോട് ചേർത്ത് നമ്മൾ വായിക്കാം. എന്തായാലും ഖദീജ ബീവിന്റെ നിർദ്ദേശപ്രകാരം വറക്കന്റെ അരികിലേക്ക് ആര് പോവുകയാണ്? റസൂലുള്ളയും ഖദീജ ബീവിയും. എന്താണ് ഖദീജ ബീവി വറക്കന്റെ അരികിലേക്ക് പോകാനുള്ള കാരണം? ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, അവിടെ സെയ്ദ് ബിൻ അംർ ബിൻ നുഫൈൽ എന്ന് പറയുന്ന വ്യക്തിയുണ്ട്, അതേപോലെ തന്നെ ഉമയ്യത്ത് ബിൻ അബി സ്വലത്ത് എന്ന് പറയുന്ന വ്യക്തിയുണ്ട്. ഇവരൊക്കെ ഉനഫാക്കളിൽപ്പെട്ട ആളുകളാണ്. പക്ഷെ ഇവരുടെ ആരുടെയും അരികിലേക്ക് കൊണ്ടുപോയില്ല. കൊണ്ടുപോയത് ആരുടെ അരികിലേക്കാ? വറക്കന്റെ അരികിലേക്കാ. എന്താ വറക്കന്റെ അരികിലേക്ക് ഖദീജ ബീവി കൊണ്ടുപോകാനുള്ള കാരണം? ആരാ പറയാ? വറക്ക? മാഷാ അല്ലാഹ്. പിന്നെ അമ്മാവനല്ല, വറക്ക എന്ന് പറഞ്ഞാല് പിന്നെ ഖദീജ ബീവിന്റെ ഉപ്പ ഹുവൈലിദ്. ഹുവൈലിദിന്റെ സഹോദരന്റെ മകനാണ് ആരെ? വറക്ക എന്ന് പറഞ്ഞാല് ഹുവൈലിദിന്റെ സഹോദരന്റെ മകനാണ് വറക്ക. അതുകൊണ്ടാണ് ഈ വറക്കന്റെ അരികിലേക്ക് ഖദീജ ബീവി കൊണ്ടുപോകാനുള്ള കാരണം. ഈ വറക്കത്ത് ബിൻ നൗഫലിന്റെ ചരിത്രം വായിക്കുമ്പോൾ കാണാൻ കഴിയും, പണ്ഡിതന്മാർ പറയാണ്, വകാന ഇംറഅൻ തനസ്സറ ഫിൽ ജാഹിലിയ്യ, അദ്ദേഹം ക്രിസ്ത്യാനിയായിരുന്നു. ഹിബ്രു ഭാഷയിൽ അഥവാ പിന്നെ ഈസാ നബിക്ക് നൽകപ്പെട്ട ഹിബ്രു ഭാഷയിൽ, അല്ലെങ്കിൽ ആ ഒരു ഹിബ്രു ഭാഷയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അപാര പാണ്ഡിത്യമുള്ള പണ്ഡിതനായിരുന്നു ഈ വറക്കത്ത് ബിൻ നൗഫൽ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകപ്പെട്ട ഇഞ്ചീലിൽ ആർക്ക് അറിവുണ്ട്? വറക്കക്ക് അറിവുണ്ട്. എന്നൊരു പണ്ഡിതന്മാർ പറഞ്ഞൊരു കാര്യമാണ്, വകാന ശൈഖൻ കബീറൻ കദാമിയ, വളരെ പ്രായം ചെന്ന ആളായിരുന്നു, യുവാവൊന്നുമല്ല, നല്ല പ്രായം ചെന്ന് കണ്ണിന്റെ കാഴ്ച പോലും ആർക്ക് പോയിട്ടുണ്ട്? വറക്കക്ക് പോയിട്ടുണ്ട്. ആ ഒരു സമയത്താണ് ഖദീജ ബീബി റസൂലുള്ളാഹിനെ കൊണ്ട് വറക്കന്റെ അരികിലേക്ക് പോകണം. അങ്ങനെ വറക്കന്റെ അരികിലേക്ക് പോയപ്പോ ഖദീജ ബീബി പിന്നെ ഈ വറക്കനോട് പറയാണ്, യബ്ന അമ്മി ഇസ്മഅ മിൻ ഇബ്നി അഖീക, നിങ്ങൾ എന്ത് ചെയ്യും? വറക്കനോട് പറയാണ്, എൻ്റെ ഭർത്താവ് ചില പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ആ ഭർത്താവിനുണ്ടായ പ്രയാസങ്ങൾ താങ്കളൊന്ന് കേൾക്കണം. അപ്പൊ വറക്ക എന്ത് ചെയ്തു? കാര്യങ്ങളൊക്കെ കേൾക്കും. കാര്യങ്ങളൊക്കെ കേട്ടപ്പോ വറക്ക ഏത് മതത്തിലാണ്? ക്രിസ്തീയ മതം. അത് ആരാണെന്ന അതിലെ പ്രവാചകൻ ആരാണ്? ഈസാ നബി. അത് ശ്രദ്ധിക്കണേ. എന്നിട്ട് വറക്ക കാര്യങ്ങളൊക്കെ കേട്ട് വറക്ക അവസാനം പറയാണ്, ഹാദൻ നാമൂസുൽ ലദീ നസ്സല അലാ മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, ഇത് മലക്കാണ്, നാമൂസാണ്. ഇത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് ഇറങ്ങിയ അതേ നാമൂസ് തന്നെ, അതേ മലക്ക് തന്നെയാണ് താങ്കളുടെ അരികിലേക്കും വന്നത്. ഇവിടെ നോക്കാണി, ഇവിടെ ഈസാ നബി എന്ന് പറഞ്ഞില്ല, പറഞ്ഞത് ആരെയാണ്? മൂസാ നബി. നമ്മൾ ഇതിനു മുമ്പ് കേട്ടതല്ലേ, ഇതിനു മുമ്പ് കേട്ട സംഭവമാണ്. പക്ഷെ എന്താണ് വറക്കത്ത് ബിൻ നൗഫൽ ഈസാ നബിയെ പറയാതെ മൂസാ നബിയെ പറയാനുള്ള കാരണം? ആരാ പറയാ? മൂസാ നബിയെ പറഞ്ഞത് ഈസാ നബി എന്ത് ചെയ്തില്ല? പറഞ്ഞില്ല. അതെന്താണ് അങ്ങനെ കാരണം? അതിന് തൗറാത്ത് അപ്പൊ ഈ പിന്നെ ഇവിടെ ഈസാ നബിക്ക് ഇഞ്ചീല് നൽകിയില്ലേ? മാഷാ അല്ലാഹ്, അതിലുണ്ട് ഇവിടെ. പിന്നെ സ്വാലിഹ് ഉസൈമി റഹ്മത്തുള്ളാഹി ഇന്ന് ജീവിച്ചിരിക്കുന്ന ഉസൈമീനല്ല ഉസൈമി ഇന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതനാണ്. അദ്ദേഹം പറയാണ്, ഖുറൈശികൾക്കിടയിൽ ഈസാ നബിയേക്കാൾ കീർത്തി ലഭിച്ചത് മൂസാ നബിക്കാണ്. ഖുറൈശികൾക്കിടയിൽ, കാരണം ഖുറൈശികളായ ആളുകൾക്കിടയിൽ ക്രിസ്ത്യാനികളല്ല, ജൂതന്മാരായ ആളുകളാണ് താമസിച്ചത്. അന്ന് ക്രിസ്ത്യാനികളായ ആളുകൾ നജറാനിന്റെ ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈസാ നബിയേക്കാൾ
പ്രശസ്തി അല്ലെങ്കിൽ കീർത്തി ലഭിച്ചത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചിട്ടാണ്. അവർക്ക് ഈസ നബി അറിയില്ല എന്നല്ല, ഈസ നബി അറിയാം. നമുക്ക് കാണാൻ കഴിയും കഅബാലയത്തിന്റെ ഉള്ളിൽ കയറുന്ന സമയത്ത് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും ഈസാ നബിയുടെ ഉമ്മയായ മറിയം ബീബിന്റെയും ബിംബങ്ങൾ, വിഗ്രഹങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, കഅബാലയത്തിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം? ഈസാ നബിനെ അറിയാം. പക്ഷെ അവർക്കിടയിൽ കൂടുതൽ കീർത്തി ലഭിച്ചത് ആരെയാണ്? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്കാണ്. ഈ ഒരു സംഭവത്തെ വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി, മരണപ്പെട്ട ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി പറയാണ്, മൂസാ നബിയുടെ തൗറാത്താണ് അസ്ല്. മൂസാ നബിയുടെ തൗറാത്താണ് അസ്ല്. അതിന്റെ പൂർത്തീകരണമാണ് ഇഞ്ചീൽ. അതുകൊണ്ടാണ് നമുക്ക് കാണാൻ കഴിയും, ആയത്തതിൽ കൊടുത്തിട്ടില്ല, എന്തായാലും 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാന്റെ 50-ാമത്തെ ആയത്ത്, ആ ആയത്ത് നോട്ട് ചെയ്യണേ. 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാന്റെ 50-ാമത്തെ ആയത്ത്. എന്താണ് ആയത്തില്? എന്റെ മുമ്പിലുള്ള, ഈസ നബി പറയാണ്, എന്റെ മുമ്പിലുള്ള തൗറാത്തിനെ സത്യപ്പെടുത്താനാണ് ഞാൻ വന്നിട്ടുള്ളത്. പിന്നെ നിങ്ങളുടെ മേലിൽ നിഷിദ്ധമാക്കിയ ചില വിഷയങ്ങള് നിങ്ങൾക്ക് ഹലാലാക്കി തരാനും. അപ്പോ തൗറാത്താണെന്ത്? അസ്ല്. അതിന്റെ പൂർത്തീകരണമാണ് ഇഞ്ചീല്. അതുകൊണ്ടാണ് ഇഞ്ചീലിൽ അധികവും സുവിശേഷങ്ങളാണ്, തൗറാത്തിലോ വിധിവിലക്കുകളാണ്. അതുകൊണ്ടാണ് വറഖത്ത് ബിൻ നൗഫൽ ഈസാ നബിയെ പറയാതെ മൂസാ നബിയെ പറഞ്ഞത്. അതേപോലെ തന്നെ പണ്ഡിതന്മാർ ഈ ഒരു സംഭവം വിശദീകരിക്കുമ്പോൾ പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്ക് മൂസാ നബിയുമായി ഒരുപാട് സാദൃശ്യങ്ങളുണ്ട്. മൂസാ നബിയുമായിട്ട് റസൂലുള്ളാഹിക്ക് എന്തുണ്ട്? ഒരുപാട് സാദൃശ്യം. ഒന്നാമത്തെ സാദൃശ്യം തന്നെ മൂസാ നബിക്ക് എന്തുണ്ട്? വാപ്പയുണ്ട്, ഉമ്മയുണ്ട്. റസൂലുള്ളാഹിക്കോ വാപ്പയുണ്ട്, ഉമ്മയുണ്ട്. എന്നാൽ ഈസാ നബിന്റെ സംഭവം അത് അത്ഭുതകരമാണ്. ഈസാ നബിന്റെ ജനനം, ഈസാ നബിക്ക് ഉമ്മ മാത്രമാണുള്ളത്. രണ്ടാമത്തത്, മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കല്യാണം കഴിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോ കല്യാണം കഴിച്ചു. ഈസാ നബിയോ കല്യാണം കഴിച്ചിട്ടില്ല. ഇനി ദജ്ജാലിനെ വധിക്കാൻ വരുന്ന സമയത്ത് ഈസാ നബി ഇറങ്ങും. അതിനുശേഷം ചെയ്യുന്നുണ്ട്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം കല്യാണം കഴിക്കും. അതേപോലെ തന്നെ മൂസാ നബി ഹിജറ ചെയ്തിട്ടുണ്ട്, പലായനം ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയും ഹിജറ ചെയ്തിട്ടുണ്ട്. മൂസാ നബി തന്റെ ജനതയെ കീഴടക്കിയിട്ടുണ്ട്, റസൂലുള്ളാഹിയും തന്റെ ജനതയെ കീഴടക്കി. പ്രവാചകൻ ചില പ്രയോഗങ്ങൾ പോലും പറഞ്ഞിട്ടുണ്ട്. എന്റെ ഉമ്മത്തിലെ ഫിറഔനാണ്. ഫിറഔൻ ആരുടെ കാലത്താണ്? മൂസാ നബിന്റെ കാലത്താണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി പറഞ്ഞത്, എന്റെ ഉമ്മത്തിലെ ഫിറഔനാണ് അബൂജഹൽ. അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ചില സന്ദർഭങ്ങളിൽ മൂസാ നബി വന്നിട്ടുണ്ട്. ഏത് സമയത്താണ്? ഇസ്രാ മിഅ്റാജ് യാത്രയ്ക്ക് ശേഷം അള്ളാഹുവിന്റെ അരികിൽ നിന്ന് വരുമ്പോൾ അള്ളാഹു ഒരു സമ്മാനം കൊടുത്തു. എന്ത്? നിസ്കാരം. എത്രയായിരുന്നു? 50 വഖത്ത് നിസ്കാരമാണ്. അത് പിന്നീട് മൂസാ നബിന്റെ നിർദ്ദേശപ്രകാരമാണ് 50 എന്നുള്ളത് 5 ആക്കിയത്. ഇങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകൾ കാണാൻ കഴിയും. അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, നാളെ പരലോകത്ത് ഖബറിൽ നിന്ന് ആദ്യം എണീക്കണത് ഞാനാണ്. നാളെ പരലോകത്ത് ഖബറിൽ നിന്ന് ആദ്യം എണീക്കണത് ആരാണ്? മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്. എന്നിട്ട് മുഹമ്മദ് നബി പറയാണ്, ഞാൻ അള്ളാഹിന്റെ അർശിന്റെ ഭാഗത്തെത്തുമ്പോൾ മൂസാ നബി അർശിന്റെ ഒരു വശത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആദ്യം എണീക്കണത് ആരാണ്? റസൂലുള്ളാഹിയാണ്. പക്ഷെ അർശിന്റെ ഭാഗത്തെത്തുമ്പോൾ ആരുണ്ട് അവിടെ? മൂസാ നബി ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, എനിക്കറിയില്ല എനിക്ക് മുമ്പ് തന്നെ മൂസാ നബിക്ക് അള്ളാഹു ബോധം നൽകിയോ അതല്ല ഈ ഒരു വിഷയത്തിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിച്ചിട്ടുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യില്ല, എനിക്കറിയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടായിരിക്കെ മൂസാ നബിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിൽ. അതുകൊണ്ടാണ് വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞത്, ഹദൻ നാമൂസുല്ലദീ, ഇതൊരു മലക്കാണ്. ആരിലേക്ക് ഇറങ്ങിയ? മൂസാ നബിയിലേക്ക് ഇറങ്ങിയ മലക്ക് എന്നുള്ളത്. എന്നിട്ട് ഈ വറഖത്ത് ബിൻ നൗഫൽ പറയാണ്, യാ ലൈതനി ഫീഹാ ജസഅൻ, ഞാനൊരു യുവാവായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. വറഖത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? പ്രായമായി, കണ്ണിന്റെ കാഴ്ച മങ്ങി, തൊലിയൊക്കെ ചുക്കി ചുളിഞ്ഞ പ്രായമാണ്. അപ്പൊ ഞാനിപ്പോ ഒരു യുവാവായിരുന്നെങ്കിൽ എന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ആഗ്രഹിച്ചു പോകുന്നുണ്ട്. എന്തിനാണ്? ലൈതനി അകൂനു ഹയ്യൻ ഇദ് യുഖ്രിജുക ഖൗമുക, താങ്കളുടെ സമുദായം താങ്കളെ ഇവിടുന്ന് പുറത്താക്കും. താങ്കളെ പുറത്താക്കുന്ന സമയത്ത് ഞാൻ ആ സമയത്ത് ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ താങ്കൾക്ക് സംരക്ഷണം നൽകും. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി അത്ഭുതപ്പെടുകയാണ്. പ്രവാചകൻ ആ സമയത്ത് ചോദിച്ചൊരു വാക്കാണ്, അവ മുഖ്രിജിയഹും, ഇവരെന്നെ പുറത്താക്കിയേ?
മക്കക്കാരായ ആളുകൾ എന്നെ പുറത്താക്കി. അവരുടെ കണ്ണിൽ റസൂലുള്ള ആരാണ്? അൽ അമീനാണ്. എന്നിട്ട് ആ പ്രവാചകൻ അൽ അമീൻ എന്ന് പറയുന്ന വ്യക്തിയെ ഇവരെ മക്കത്തു നിന്ന് പുറത്താക്കി. അതൊന്നും ഉണ്ടാകൂല. അതിനാ വറക്ക വീണ്ടും പറയാണ്, നഅം, അതെ, താങ്കളെ പുറത്താക്കും. ലം യഅതി റജുലുൻ ഖത്തുൻ ബിമിസ്ലി മാ ജിഅത ഇല്ലാ ഊദിയ. ഈ ഒരു വിശ്വാസവുമായി കൊണ്ട് അല്ലെങ്കിൽ ഇതേ ആശയവുമായി കൊണ്ട് വന്ന മുൻഗാമികളായ പല പ്രവാചകന്മാരെയും അവരുടെ സമുദായം ചെയ്തിട്ടുണ്ട്, അവരെ പുറത്താക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ സമയത്ത് ജീവിച്ചിരുന്നെങ്കിൽ ആ ദിവസം ഞാൻ ഉണ്ടാകുമെങ്കിൽ, ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായും താങ്കളെ സംരക്ഷിക്കുമെന്നാണ് വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞത്. ഈ ഒരു സംഭവം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞേക്ക് ആര് മരണപ്പെട്ടു? വറക്ക മരണപ്പെട്ടു. ഈ വറക്ക പെട്ടെന്ന് മരിക്കുന്നതിന് പിന്നിൽ പോലും അള്ളാഹുവിന്റെ ഒരു യുക്തി ആലോചിച്ച് നോക്കാണ്. വറക്ക പെട്ടെന്ന് മരിച്ചിട്ടില്ലെങ്കിൽ എന്താക്കാരം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ഓതി കൊടുക്കുമ്പോൾ ആളുകൾ പറയും ഇത് വറക്ക പഠിപ്പിച്ചു കൊടുത്തതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആനിന്റെ ആയത്ത് ഓതി കൊടുക്കുമ്പോൾ ആളുകൾ പറയും ഇത് റസൂലുള്ളാഹിന്റെ വാക്കല്ല. കാരണം വറഖത്ത് ബിൻ നൗഫലിനെ ഇഞ്ചീലിനെ കുറിച്ച് അറിയാം, അതേപോലെ തന്നെ ഇബ്രു ഭാഷ അറിയാം. ഈ വറക്ക പ്രവാചകന് ഓതി കൊടുക്കുന്ന ആയത്താണ് ആര് ഊതണത്? റസൂലുള്ള ഓതണത് എന്ന് ആളുകൾ പറയും. അതുകൊണ്ട് ആ ഒരു വാദത്തിന് പോലും ഒരു ചെറിയ രൂപത്തിൽ ഒരു പഴുത് കൊടുക്കാതെ അതിനു മുമ്പ് തന്നെ ആര് മരണപ്പെട്ടു? വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന വ്യക്തി മരണപ്പെട്ടു. ഈ വറഖത്ത് ബിൻ നൗഫലിനെ കുറിച്ച് ഇന്ന് ആധുനിക പണ്ഡിതന്മാർ, ഇന്ന് മദീനയിൽ ജീവിച്ചിരിക്കുന്ന അബ്ദുർ റസാഖ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ് ബദർ റഹ്മത്തുള്ളാഹിയെ പോലുള്ള ആളുകൾ പറയാണ്, ഇബ്നു ഹജർ അൽ അസ്ഖലാനിയെ പോലെ, ഇമാം തുബരിയെ പോലെ, ഇമാം ബഗവിയെ പോലെ, സാലിഹ് ഫൗസാൻ റഹ്മത്തുള്ളാഹിയെ പോലെയുള്ള ആളുകളുടെ വാദപ്രകാരം വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്വഹാബിയാണ്. വറഖത്ത് ബിൻ നൗഫൽ സ്വഹാബിയാണ്. കാരണം ആരാണ് സ്വഹാബി? നബിയെ കണ്ടുമുട്ടുകയും ഇസ്ലാം മതം സ്വീകരിക്കുകയും നബിയുടെ കൂടെ സഹവസിക്കുകയും ഇസ്ലാമിലായിക്കൊണ്ട് ഈമാനോടുകൂടി മരണപ്പെടുകയും ചെയ്ത ആളാണ് ആര്? സ്വഹാബി. അതുകൊണ്ട് വറക്ക സ്വഹാബിയാണ് എന്നാണ് മേലെ പറഞ്ഞ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി, ഇമാം തുബരി, ഇമാം ബഗവി, സാലിഹ് ഫൗസാൻ ഹഫിളുല്ലാഹ് തുടങ്ങിയ പണ്ഡിതന്മാരുടെ അവരുടെ അഭിപ്രായം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വറക്കനെ കുറിച്ച് പറഞ്ഞൊരു വാക്കാണ് ലാ തസുബ്ബു വറക്ക. നിങ്ങൾ വറക്ക എന്ത് ചെയ്യരുത്? ചീത്ത വിളിക്കരുത്. കാരണം ഫഇന്നി റഅയ്തു ലഹു ജന്നതൻ ഔ ജന്നതൈൻ, ഞാൻ അദ്ദേഹത്തിന് സ്വർഗ്ഗത്തിൽ ഒരു സ്വർഗ്ഗം അതല്ല രണ്ട് സ്വർഗ്ഗം ഉണ്ട് എന്ന് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു എന്നുള്ളത് കാണാൻ കഴിയും. അപ്പൊ അതാണ് വറഖത്ത് ബിൻ നൗഫൽ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രത്യേകത. അങ്ങനെ ഈ വറഖത്ത് ബിൻ നൗഫൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പിന്നീട് കുറച്ചു കാലം റസൂലുള്ളാഹിക്ക് എന്ത് ലഭിച്ചില്ല? വഹി ലഭിച്ചില്ല. വഹി കുറച്ചു കാലം നിലച്ചു നിൽക്കാണ്. കുറച്ചു കാലം വഹി ലഭിക്കാതെ വന്നപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വല്ലാത്ത പ്രയാസം ഉണ്ടായി. എന്നാൽ പണ്ഡിതന്മാർ ഈ സംഭവത്തെ വിശദീകരിച്ചതെന്താണെന്ന് അറിയോ? കുറച്ചു കാലം അള്ളാഹു പ്രവാചകന് വഹി നൽകാത്തത് അള്ളാഹു പ്രവാചകനോട് കാണിച്ച റഹ്മത്താണ് എന്നുള്ളതാണ്. പ്രവാചകനുണ്ടായ ആ ഒരു മാനസിക പ്രയാസം, പെട്ടെന്നുണ്ടായ ഒരു പേടി, ആ ഭയം, അതൊക്കെ മാറാനുള്ള ഒരു കാലയളവായിരുന്നു ആ വഹി നിലക്കാനുള്ള കാരണം. എത്ര കാലമാണ് വഹി നിലച്ചത്? അഥവാ ആദ്യം സൂറത്തുൽ അലക്കിൽ ആയത്തിറങ്ങി, പിന്നീട് കുറച്ചു കാലം തീർന്നില്ല, ഒരു രൂപത്തിലുള്ള നിർദ്ദേശമില്ല. എത്ര ദിവസം? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്ന് ഇബ്നു സഅദ് റഹ്മത്തുള്ളാഹി പോലെയുള്ള ആളുകൾ റിപ്പോർട്ട് ചെയ്യാണ് ഏതാനും ദിവസങ്ങളാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞു 6 മാസം പ്രവാചകന് വഹി ലഭിച്ചില്ല. ചില ആളുകൾ പറഞ്ഞു 40 ദിവസം. ഇവിടെ മനസ്സിലാക്കണം, ആദ്യം ഹിറാ ഗുഹയിൽ നിൽക്കുന്ന സമയത്ത് സൂറത്തുൽ അലക്കിലെ ആയത്തിറങ്ങി, പിന്നീട് കുറച്ച് ദിവസം തീർന്നില്ല, റസൂലുള്ളാഹിക്ക് ഒരു വഹിയും ലഭിക്കണില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമയത്ത് നേരെ ഹിറാ ഗുഹയുടെ ഉള്ളിലേക്ക് ഇടക്കിടക്ക് ചെല്ലും. ജിബ്രീലിന് വരുന്നുണ്ടോ, വഹി ലഭിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഇടക്കിടക്ക് എന്ത് ചെയ്യും? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിറാ ഗുഹന്റെ മുകളിൽ ചെല്ലും. പക്ഷെ അവിടുന്ന് എന്ത് ചെയ്യണില്ല? റസൂലുള്ളാഹിക്ക് ഒരു തരത്തിലുള്ള വഹി ലഭിക്കണില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജാബിർ ബിൻ അബ്ദില്ലാഹ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുറച്ചു കാലം വഹി നിലച്ച സമയത്ത് ഫബൈന അന അംശി സമിഅതു സൗതൻ മിനസ് സമാ, റസൂലുള്ളാഹി പറയാണ്, ഞാൻ ഒരിക്കൽ നടന്നു പോകുമ്പോൾ ഞാൻ ഒരു ശബ്ദം കേട്ടു. ആകാശത്ത് നിന്നാണ് ആ ശബ്ദം കേട്ടത്. ഫറഫഅതു ബസരി ഇബില സമാ, ഞാൻ നേരെ ആകാശത്തേക്ക് നോക്കി. റസൂലുള്ളാഹി പറയാണ്, ഞാൻ നേരെ ആകാശത്തേക്ക് നോക്കി. ഫഇദൽ മലക്കു അല്ലദീ ജാഅനി ബിഹിറാ ഖാഇദുൻ അലാ കുർസിയിൻ ബൈന സമാഇ വൽ അർദ്,
ഹിറാ ഗുഹയിൽ എൻ്റെ അരികിലേക്ക് വന്ന അതേ മലക്ക് ആകാശത്തുണ്ട്. ആകാശത്തിന്റെയും ഭൂമിയുടെയും ഇടയിലായിക്കൊണ്ട് ഒരു കുർസിയിൽ, ഒരു ചെയറിൽ, ഒരു കസേരയിൽ ഇരിക്കുന്നതായിക്കൊണ്ട് ഞാൻ കണ്ടു. എന്നിട്ട് പിന്നീടാണ് എന്ത് ചെയ്യണത്, ഈ ഒരു രംഗം കണ്ടപ്പോൾ പ്രവാചകൻ വീണ്ടും പേടിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പോയി. എന്നിട്ട് പ്രവാചകൻ പുതച്ചു മൂടി കിടക്കാണ്. അപ്പോഴാണ് വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഇറങ്ങുന്നത്, യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ എന്ന് തുടങ്ങുന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ഇറങ്ങുന്നത്. പുതച്ചു മൂടിയവനെ എഴുന്നേറ്റ് ജനങ്ങൾക്ക് താക്കീത് നൽകുക, നിന്റെ രക്ഷിതാവിന്റെ മഹത്വപ്പെടുത്തുകയും നിന്റെ വസ്ത്രങ്ങൾ ശുദ്ധിയാക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഈ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുന്ന് എന്ത് ചെയ്യാണ്, നിർദ്ദേശം ലഭിച്ചു. ഈ അവതരിപ്പിച്ച സൂക്തത്തിൽ 2 കൽപ്പനകളാണ് ഉൾക്കൊള്ളുന്നത്. ഒന്നാമത്തെ നിർദ്ദേശം എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് ജനങ്ങൾക്ക് താക്കീത് ചെയ്യുക, അഥവാ പ്രബോധനപരമായ മുന്നറിയിപ്പ് ഉത്തരവാദിത്വത്തോടു കൂടി താങ്കൾ നിർവഹിക്കുക എന്നതാണ് ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്, ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ വസ്ത്രം വൃത്തിയാക്കുക. ഇവിടെ പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ് ആന്തരികമായതും ബാഹ്യമായ 2 ശുദ്ധികളും. ആന്തരിക ശുദ്ധിയും വേണം, ബാഹ്യമായ ശുദ്ധിയും വേണം. അങ്ങനെ ജനങ്ങളിലേക്ക് ഇറങ്ങുക. അതിനുശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സൂറത്ത് മുദ്ദസ്സിറിലെ പിന്നീടുള്ള ആയത്ത് ഇറങ്ങണം. അപ്പൊ ഈ കുറച്ചു കാലം എന്ത് ചെയ്തു, റസൂലുള്ളാഹിക്ക് വഹി നിലച്ചു. പിന്നെ അതിനുശേഷം വീണ്ടും വഹി ലഭിക്കുന്നത് ഈ രൂപത്തിലാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് വഹി ഈ രൂപത്തിലാണ് പ്രവാചകന് വഹി ലഭിച്ചത്. ഇനി വഹി റസൂലുള്ളാഹിക്ക് ലഭിക്കുന്ന രൂപങ്ങൾ എങ്ങനെ, അതുകൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം. വഹിന്റെ ഇനങ്ങൾ എപ്പോഴും ജിബ്രീൽ വന്ന് ഓതി കൊടുക്കുക മാത്രമാണോ? അല്ല. ഒന്നാമത്തത് അറുഇയ സ്വാദിക, പുലരുന്ന സ്വപ്നങ്ങൾ, സത്യസന്ധമായ പുലരുന്ന സ്വപ്നങ്ങൾ റസൂലുള്ളാഹിക്കുള്ള വഹിയാണ്. അഥവാ നബുവത്തിന്റെ 46ാമത്തെ അടയാളമായിട്ടാണ് പണ്ഡിതന്മാർ എണ്ണുന്നത്. പിന്നെ സത്യസന്ധമായ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തത് മകാന യൽഖീഹിൽ മലകു ഫി റൗഹിഹി വഖൽബിഹി മിൻ ഗൈരി അയ്യറ, അഥവാ മലക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാതെ പ്രവാചകന്റെ മനസ്സിലും പ്രവാചകന്റെ ഹൃദയത്തിലും സന്ദേശങ്ങൾ നൽകുക. ആ രൂപത്തിൽ എന്ത് ചെയ്യും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിക്കും. അപ്പൊ ഒന്നാമത്തെ രൂപം സ്വപ്നമാണ്. രണ്ടാമത് മലക്ക് നേരെ മുമ്പിൽ വരൂല, പക്ഷെ റസൂലുള്ളാഹിന്റെ മനസ്സിൽ എന്ത് ചെയ്യും, അതിന്റെ സന്ദേശങ്ങൾ ഇട്ട് കൊടുക്കും. മൂന്നാമത്തത് അയ്യറൽ മലകു റജുലൻ ഫയുഖാതിബുഹു ഹത്താ യഇ അൻഹു മാ യഖൂൽ, മനുഷ്യ രൂപത്തിൽ മലക്ക് വരും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നെ ഈമാൻ കാര്യം, ഇസ്ലാം കാര്യം, എന്താണ് ഇഹ്സാൻ തുടങ്ങിയ വിഷയങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. എന്താണ് ആ ഹദീസിന്റെ പേര്? ഹദീസു ജിബ്രീൽ എന്നാണ്. വലിയൊരു ഹദീസാണ്. ആ ഒരു ഹദീസ് ജിബ്രീൽ നമുക്ക് കാണാൻ കഴിയും. കാണാൻ നല്ല ഭംഗിയുള്ള ഒരു യുവാവിന്റെ രൂപത്തിൽ, വെളുത്ത വസ്ത്രം ധരിച്ച്, കറുത്ത മുടിയുള്ള രൂപത്തിൽ, യാത്രയുടെ ഒരു അടയാളവും ഇല്ലാത്ത രൂപത്തിൽ ഒരാൾ വന്നു. എന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിക്കാണ്, മൽ ഇസ്ലാം, എന്താണ് ഇസ്ലാം? റസൂലുള്ളാഹി ഇസ്ലാം കാര്യം പഠിപ്പിച്ചു കൊടുക്കും. അപ്പൊ ഇയാൾ പറയാണ്, ഈ ചോദ്യം ചോദിച്ച വ്യക്തി പറയും, പ്രവാചകരെ താങ്കൾ പറഞ്ഞത് സത്യമാണ്. രണ്ടാമത്തെ ചോദ്യം മൽ ഈമാൻ, എന്താണ് ഈമാൻ? അതിനും റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കും. അപ്പോഴും ഈ വ്യക്തി പറയാണ്, താങ്കൾ പറഞ്ഞത് സത്യമാണ്. മൂന്നാമത്തെ ചോദ്യം മൽ ഇഹ്സാൻ, എന്താണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാല് അതിനും പ്രവാചകൻ മറുപടി കൊടുക്കും. ഈ വ്യക്തി പറയും, താങ്കൾ പറഞ്ഞത് സത്യമാണ്. നാലാമത്തെ ചോദ്യം എപ്പോഴാണ് ഖിയാമത്ത് നാൾ? എപ്പോഴാണ് ഖിയാമത്ത് നാൾ? അപ്പൊ റസൂലുള്ളാഹി പറയാണ്, ചോദിച്ച വ്യക്തിയേക്കാൾ ചോദിക്കപ്പെട്ട വ്യക്തിക്ക് ആ വിഷയത്തിൽ അറിവില്ല, പക്ഷെ അതിന് ചില അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങൾ എന്ത് ചെയ്തു, റസൂലുള്ളാഹി പറഞ്ഞു കൊടുക്കും. ഈ വ്യക്തി പോകുമ്പോൾ പ്രവാചകൻ സ്വഹാബത്തിനോട് ചോദിക്കാണ്, ആ വ്യക്തി ആരാന്നറിയോ? സ്വഹാബത്ത് പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അല്ലാഹുവും റസൂലിനെ അറിയുള്ളൂ. റസൂലുള്ളാഹി പറയാണ്, അത് ജിബ്രീലാണ്, നിങ്ങൾക്ക് ദീനി വിഷയങ്ങൾ പഠിപ്പിച്ചു തരാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ മനുഷ്യ രൂപത്തിൽ വരും. പിന്നെ ജിബ്രീൽ ഒരു സ്വഹാബിയുടെ രൂപത്തിൽ വരുന്നുണ്ടെങ്കിൽ ഏത് സ്വഹാബിയുടെ രൂപത്തിലായിരിക്കും? ദഹിയത്തുൽ കൽബി എന്ന് പറയുന്ന സ്വഹാബിയുടെ രൂപം, അഥവാ നേരെ അതേ രൂപം എന്നല്ല, ആ സ്വഹാബിയുടെ ചില സാദൃശ്യങ്ങൾ സ്വഹാബത്തിന് തോന്നാറുണ്ട്. ഉമ്മു സലമ റളിയല്ലാഹു അൻഹയും റസൂലുള്ളാഹി ഇരിക്കുന്ന സമയത്ത് ജിബ്രീൽ വന്നു. ജിബ്രീൽ വന്നത് ദഹിയത്തുൽ കൽബിയുടെ രൂപത്തിലാണ്. റസൂലുള്ളാഹിക്ക് ചില വഹിയൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ട് ജിബ്രീൽ പോയി. റസൂലുള്ളാഹിന്റെ ചോദ്യം ഉമ്മു സലമ ബീബിനോട് ചോദിക്കാണ്, ആ വന്ന വ്യക്തി ആരാണ്? അത് ദിഹിയാണെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി പറഞ്ഞല്ല, അത് ജിബ്രീലാണ്, അത് ജിബ്രീൽ നിങ്ങൾക്ക് ദീന് പഠിപ്പിച്ചു തരാൻ വേണ്ടി വന്നതാണ് എന്നുള്ളതാണ്. അപ്പോ മനുഷ്യ രൂപത്തിൽ വരും. നാലാമത്തെ രൂപം അയ്യറൽ മലകു ഫീ സൂറത്തിഹി ഹത്താ ഖലഖല്ലാഹു അലൈഹി, അഥവാ യഥാർത്ഥ രൂപത്തിൽ ജിബ്രീലിനെ എങ്ങനെയാണോ, മലക്കിനെ എങ്ങനെയാണോ അള്ളാഹു സൃഷ്ടിച്ചത്, അതേ രൂപത്തിൽ തന്നെ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മലക്കിനെ കാണും. പ്രവാചകൻ അങ്ങനെ കണ്ടത് എത്ര പ്രാവശ്യമാണ്? 2 പ്രാവശ്യമാണ്. ഒന്ന് ഇറാഖുവിൽ വന്ന സമയത്ത്, 2 ഇസ്രാ മിഅ്റാജ് യാത്രയിൽ. 5-മത്തത് വഹീന്റെ രൂപം എന്ന് പറഞ്ഞാൽ അയ്യുകല്ലിമുല്ലാഹു തആല ബിലവാസിതി മലക്കിൻ കമാ കല്ലമല്ലാഹു മൂസ. അല്ലാഹുവിനോട് നേരിട്ട് സംസാരിക്കാം. ഒരു മലക്കിന്റെ ഒരു മധ്യസ്ഥ ഇല്ലാതെ, മലക്ക് ഇടപെടാതെ അല്ലാഹു നേരിട്ട് എന്ത് ചെയ്യുക, സംസാരിക്കുന്ന ഒരു രീതി. ഈ രൂപത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ലഭിച്ചത് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. എന്തായാലും അപ്പോൾ നമ്മൾ ഇന്ന് വിശദീകരിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീന്റെ രൂപമാണ്. വറക്കത്ത് ബിൻ നൗഫലിന്റെ അരികിലേക്ക് വന്നു. ആ വറക്കയിൽ നിന്ന് പിന്നീട് ലഭിച്ച വിവരങ്ങളും അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി നിലച്ചതും പിന്നീട് സൂറത്ത് മുദ്ദസ്സിറിലെ ആയത്തുകൾ ഇറങ്ങിയ വിഷയവുമായി ബന്ധപ്പെട്ടതാണ് ഇന്ന് വിശദീകരിച്ചത്. അതേപോലെ തന്നെ വഹീന്റെ ഇനങ്ങളും നമ്മൾ ഇന്ന് വിശദീകരിച്ചു. ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സുകളിൽ റസൂലുള്ളാഹിക്ക് ഈ വഹി ലഭിച്ചതിന് ശേഷം പിന്നീട് രഹസ്യ പ്രബോധനാണ്. അഥവാ മക്കയിൽ 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി. പിന്നെ 53-ാമത്തെ വയസ്സ് വരെ റസൂലുള്ളാഹി മക്കയിൽ താമസിച്ചു. ആ 53 വയസ്സിൽ ആദ്യത്തെ 3 വർഷം രഹസ്യ പ്രബോധനാണ്. പിന്നത്തെ 10 വർഷമാണ് പരസ്യ പ്രബോധനം. ആ രഹസ്യ പ്രബോധനത്തിലുണ്ടായ സംഭവങ്ങൾ എന്താണ്? അതേപോലെ തന്നെ പരസ്യ പ്രബോധനത്തിലുണ്ടായ സംഭവങ്ങൾ എന്താണ്? രഹസ്യ പ്രബോധനം അവസാനിപ്പിച്ച് പരസ്യ പ്രബോധനത്തിലേക്ക് ഇറങ്ങാനുള്ള കാരണം എന്താണ്? ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നതും ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്ന സമയത്ത് സ്വഹാബത്തിന് എന്തെന്നില്ലാത്ത ആവേശമാണ്. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന സ്വഹാബത്ത് മുഴുവനും 2 വരിയായിട്ട് നിന്നു. 1-ാമത്തെ വരിയുടെ മുമ്പിൽ മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു നിന്നു. 2-ാമത്തെ വരിയുടെ മുമ്പിൽ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു നിന്നു. എന്നിട്ട് അവർ കഅബാലയത്തിന്റെ ഭാഗത്തേക്ക് ചെന്ന് ഉറക്കെ തക്ബീർ ചൊല്ലി ചെന്നു. കാരണം അവർക്ക് മുമ്പിൽ ധൈര്യമുണ്ട്. 1 ഉമറാണ്, 2 ഹംസയാണ് തുടങ്ങിയ വിഷയങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കാനും പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിന്റെ ഭാഗമാക്കാനും പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും റഹ്മാനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളത് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അവൻ പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മളിൽ മരണപ്പെട്ടവരുടെ കബറിടം അവൻ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അവരുടെ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.